അങ്ങനെ ഞാൻ ഡെഡ് ബോഡിയും എടുത്ത് ജോർജ് കുട്ടിയുടെ സ്ഥലത്തേക്ക് പോയി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ജോർജ് കുട്ടിയുടെ തോട്ടത്തിൽ തന്നെ ഞാൻ അലക്സിനെ കുഴിച്ചിട്ടു. തിരിച്ചു വരും വഴിയാണ് ജീപ്പിൽ അവൻ്റെ പേഴ്സ് കിടക്കുന്നത് ഞാൻ കണ്ടത്. പെട്ടെന്ന് അതെടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് അന്ന് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞു പോലീസ് ആ സ്ഥലം പരിശോധിച്ചു എന്നും, എന്നാൽ ഒന്നും അവർക്ക് അവിടുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നും. ഞാൻ ആ ബോഡി അവിടെ കുളിച്ചിരുന്നത് ജോർജ് കുട്ടി കണ്ടു കാണുന്നു. ജോർജ് കുട്ടി തന്നെയായിരിക്കണം ആ ബോഡി അവിടെ നിർത്തി മാറ്റിയത്. സാർ എന്നെ കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. ഇപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരാളാണ് ഞാൻ. ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ ശിക്ഷ എന്നെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ജയിലൊന്നും എനിക്കൊരു ശിക്ഷയല്ല. അതല്ല, സാർ അന്വേഷിക്കുന്നത് ആ ബോഡിക്ക് വേണ്ടിയാണെങ്കിൽ ജോർജ് കുട്ടിയുടെ കയ്യിലാണ് ആ ബോഡി ഉള്ളത്. ഇതെല്ലാം കേട്ട് സാം പറഞ്ഞു, സഹദേവൻ, നിങ്ങൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഒന്നും ശിക്ഷ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പെട്ടെന്ന് സാം ആ ഓർമ്മയിൽ നിന്നുണർന്നു. സാം ഇപ്പോൾ അത് ജോർജ് കുട്ടിയുടെ തോട്ടത്തിലാണ്. അവിടെ ഇറങ്ങി ആ സ്ഥലം ആകെ നിരീക്ഷിക്കുന്നു. ഇതേ സമയം ഗീതാ പ്രഭാകരെ കാണിക്കുന്നു. കോളിംഗ് ബെൽ കേട്ട് അവർ പുറത്തേക്ക് വരുന്നു. സഹദേവനായിരുന്നു അത്. എനിക്ക് മേഡത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് സഹദേവൻ പറഞ്ഞു. നിങ്ങളുടെ കാലിന് എന്തു പറ്റിയെന്ന് ഗീത സഹദേവനോട് ചോദിക്കുന്നു. ഒരു ആക്സിഡൻറ്റിൽ അത് നഷ്ടമായെന്ന് അയാൾ പറയുന്നു. കയറിയിരിക്കാൻ ഗീത അയാളോട് പറയുന്നു. ഈ സമയം പ്രഭാകരും അങ്ങോട്ട് വരുന്നു. എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്ന് പ്രഭാകരൻ ചോദിക്കുന്നു. സഹദേവൻ പറഞ്ഞു തുടങ്ങുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ സാം സാർ എന്നെ കാണാൻ വന്നിരുന്നു. 5 വർഷങ്ങൾക്ക് മുന്നേ അലക്സ് എന്നൊരു ചെറുപ്പക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നെ കാണാൻ വന്നത്. ഈ അലക്സിനെ നിങ്ങൾ അറിയും. വരുണിൻ്റെ ഫ്രണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കൽ അവനെ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് സഹദേവൻ എന്ന സാമിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോടും പറയുന്നു. അവസാനം ഒരു കാര്യം കൂടെ പറയുന്നു. അന്ന് സാം ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു കാര്യം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ അലക്സ് കൊല്ലപ്പെട്ടതിന് ശേഷം അവൻ്റെ ബോഡി മറവ് ചെയ്യാൻ ഞാൻ നേരെ പോയത് ജോർജ് കുട്ടിയുടെ തോട്ടത്തിലേക്കായിരുന്നില്ല. പകരം അയാൾ പറഞ്ഞു നിർത്തി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ തുടർന്നു. ഇനി എനിക്ക് പറയാനുള്ളത് സാമും കൂടി കേൾക്കണം. അയാളെയും കൂടി ഒന്ന് വിളിക്കാമോ? സഹദേവൻ ആവശ്യപ്പെട്ടു. അത് സമ്മതിച്ച് ഗീതാ പ്രഭാകർ സാം അലക്സിനെ ഫോൺ ചെയ്തു. ഈ സമയവും സാം ജോർജ് കുട്ടിയുടെ തോട്ടത്തിലായിരുന്നു. സാം കോൾ എടുത്തു. അത്യാവശ്യമായി സാമിനെ കാണണമെന്ന് ഗീത ആവശ്യപ്പെട്ടു. സാം ഉടനെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ അവരുടെ വീട്ടിലെത്തി. ഗീതാ പ്രഭാകർ സാമിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സഹദേവനെ കണ്ടപ്പോൾ എന്താ നിങ്ങളിവിടെ എന്ന് അയാൾ ചോദിച്ചു. സഹദേവൻ പറഞ്ഞു തുടങ്ങി. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് ഞാൻ മറച്ചു വെച്ചു. ഇനിയെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവരോട് ചെയ്യുന്ന ചതിയാവും. അലക്സ് മരണപ്പെട്ട ആ രാത്രിയിൽ ബോഡി എവിടെ മറവ് ചെയ്യുമെന്ന ആലോചനകൾക്കിടയിൽ ഞങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു. എന്തുകൊണ്ട് ഇവനെ ഈ പോലീസ് സ്റ്റേഷൻ അടിയിൽ തന്നെ കുളിച്ചിട്ടുകൂടാ?